ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് നമ്മളുടെ മുന്നിൽ വരാനിരിക്കുന്നത്. +2 ഇംഗ്ലീഷ് സേ എക്സാം. വെറും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണുള്ളത് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിക്കൊണ്ട് പാസ്സാവാൻ കഴിയും. ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. നമുക്കറിയാം പല കുട്ടികളും ഇപ്പോഴും സേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടില്ല. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഈ ഒരു സെഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇനിയും പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവർക്കുള്ള ക്ലാസ്സാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 9 ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആദ്യം കാണാതെ പഠിക്കണം എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് എക്സാമിൽ ഫെയിൽ ആവാനുള്ള കാരണം നമുക്ക് സ്വന്തമായിട്ട് വേർഡ്സ്, അതായത് സ്വന്തമായി എഴുതാൻ സ്കില്ലില്ല, കഴിവില്ല എന്നത് കാരണത്താലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഫെയിൽ ആവാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു 9 ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഏതൊക്കെ 9 ചാപ്റ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3Ls, അതുപോലെ എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറിഗല്ലു, മെൻഡിങ് വാള്, പിന്നെ എ 3 വീൽഡ് റെവല്യൂഷൻ, ദ ഹവർ ഓഫ് ട്രൂത്ത്, റേസ്, ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ്, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. അങ്ങനെ ഇത്തരത്തിലെ ഈ 9 ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ജസ്റ്റ് കാണാതെ പഠിക്കൽ മാത്രമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയപ്പെട്ട 9 ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി പഠിക്കണം. അങ്ങനെ 16 ചാപ്റ്റേഴ്സാണ്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിക്കൊണ്ട് നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, മുതലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മാർക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ സമ്മറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ നമ്പറിൽ, അതായത് 9846394672 98 46 39 46 72 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയപ്പെട്ട 9 ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി വിട്ടുതരാം. നന്നായിട്ട് പഠിക്കുക. എനിവേ, താങ്ക് യു.